വരാനിൽ കോട്ടയം വാഴൂർ കാന എന്ന ദേശത്തു നിന്ന് വരുന്നു. ഞങ്ങൾ ഓർത്തഡോക്സ് വിശ്വാസിയാണ്. എന്നെ ഇവിടെ നിർത്തുവാനായിട്ട് ഇടവരുത്തിയ എൻ്റെ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു. എനിക്കിപ്പം 54 വയസ്സോളമായി. ഞാൻ എപ്പോഴും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഈ സാക്ഷ്യം കേൾക്കാൻ കാരണം എൻ്റെ ഈ സഹോദരിയാണ് ഈ നിൽക്കുന്നത്. എന്നെ ഇവിടെ കൊണ്ടുവരാൻ ഏറ്റവും മെയിനായിട്ട് ഉള്ള കാരണം അവളാണ്. എനിക്ക് മാർച്ച് മാസം ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഞാൻ ഹെവി ട്രെയിലർ ഡ്രൈവറാണ്. അപ്പോൾ എൻ്റെ കാലിലൊരു ജാക്കി വീണതിൻ്റെ ഫലമായിട്ട് അതൊരു മാസത്തോളം ഇരുന്ന് ഏപ്രിലിലെ പെസഹ വ്യാഴാഴ്ചയ്ക്ക് തൊട്ട് മുമ്പ് ദിവസം ഞാൻ വണ്ടി കോട്ടയത്ത് കൊണ്ടിട്ടിട്ട് വീട്ടിൽ വന്ന സമയത്ത് എനിക്ക് ചെറുതായിട്ടൊരു പെയിൻ അനുഭവപ്പെടുകയും, അപ്പോൾ എൻ്റെ സഹോദരി പറഞ്ഞാൽ ഞാൻ തികഞ്ഞൊരു മദ്യപാനിയായിരുന്നു. അത് ഒരുപാട് മദ്യപാനവും കാര്യങ്ങളുമായിട്ട് എൻ്റെ ലൈഫ് തന്നെ എൻ്റെ കൺട്രോളിലല്ലാത്തൊരു സമയത്താണ് എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടാകുന്നത് തന്നെ. അപ്പോൾ വ്യാഴാഴ്ച വീട്ടിൽ വന്ന ശേഷം എൻ്റെ കാലിന് വേദന അനുഭവപ്പെടുകയും, ഇവരുമായിട്ടൊന്ന് ഞാൻ വർഷങ്ങളോളം ഒരു 4 സഹോദരിമാരാണ് എനിക്കുള്ളത്. ഇതെൻ്റെ നേരെ മൂത്തയാളാണ്. എൻ്റെ ഇളയ ഒരു സഹോദരിയുണ്ട്. ബാക്കി മൂത്ത 3 പേരാണ്. ഒന്ന് ഇവളും അവളുടെ മൂത്ത 2 പേരുണ്ട്. അങ്ങനെ 4 പെങ്ങന്മാരാണ് എനിക്കുള്ളത്. ഇവരുമായിട്ടൊന്നും ഞാൻ അങ്ങനെ ഒരു ഇടപെടിയിലെ കാര്യങ്ങളൊന്നുമില്ല. വർഷങ്ങളായിട്ട് ഞാൻ എൻ്റേതായിട്ടുള്ളൊരു അങ്ങനെ പോവുകയാണ്. ഞാൻ വെളിയിലായിരുന്നു 18 വർഷം. കുവൈറ്റ്, ദുബായ് എല്ലാം കറങ്ങി. ഇവിടെ മാരാരിക്കുളത്ത് ഞാനൊരു റിസോർട്ടിൻ്റെ മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് അത് 2020 കൊറോണയ്ക്ക് ശേഷമാണ്. പക്ഷേ ഞാനിവിടെ ഇതിലെ പല പ്രാവശ്യം കടന്നു പോകുന്ന സമയത്ത് 3.5-4 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ അന്നേരം ഒന്നും ഞാൻ ഈ കൃപാസനം കാണുമ്പോൾ ഇവിടെ കയറണമെന്നോ വരണമെന്നോ ഒന്നും ഇല്ലായിരുന്നു. 4 കിലോമീറ്റർ 5 കിലോമീറ്ററേ ഉള്ളൂ. അവിടെ വന്ന് താമസിക്കുന്ന ഗസ്റ്റുകൾ വരെ ഞാൻ ഇവിടെ കൃപാസനത്തിൽ വരുമെന്ന് പറയുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും ഇതെന്താണ് സംഭവം കാര്യങ്ങൾ. അവർ പറയും ഇവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്, ഇവിടെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾക്ക് കിട്ടും. പക്ഷേ അന്നേരം ഒന്ന് നമ്മൾ ലൗകിക ജീവിതത്തിലാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം ഈ മാർച്ച് മാസത്തെ ഈ ആക്സിഡൻ്റ് ഏപ്രിലാണ് എനിക്ക് കാല് സർജറി ചെയ്യണമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഫുള്ളി ഇൻഫെക്റ്റഡായി. എനിക്ക് ക്രിയാറ്റിൻ കൂടി എൻ്റെ കിഡ്നിയെ ബാധിച്ചു. അതുപോലെ തന്നെ എനിക്കത് ഷുഗർ ഹൈ ആയി എന്ന് പറയുമ്പോഴത്തേന് ഏകദേശം കാല് ഇത് മുറിച്ച് മാറ്റേണ്ട ഒരു സ്റ്റേജിലേക്ക് എത്തി. എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറിനോട് പറഞ്ഞ് അല്ല ഇത് കട്ട് ചെയ്ത് കളയണം, അപ്പം നിങ്ങൾക്ക് ഇത് ഇൻഫെക്റ്റഡായി ഓൾറെഡി മുകളിലോട്ട് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ അത് നമുക്കതൊന്ന് നോക്കാം, എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഡോക്ടർ ചെയ്യാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു ഞാൻ മാക്സിമം ചെയ്യാമെന്ന് പറഞ്ഞു. ആ സമയത്ത് എന്നെ 2.5 മണിക്കൂറോളം കാഞ്ഞിരപ്പള്ളി ഹോസ്പിറ്റലിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സർജറി ചെയ്തു. അതിനുശേഷം മെഡിക്കൽ കോളേജിലേക്ക് എന്നെ റെഫർ ചെയ്തു. അപ്പോൾ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ കൂടെ. എൻ്റെ വൈഫ് 2010 പുള്ളിക്കാരി ഒരു ആക്സിഡൻറ്റ് മരണപ്പെട്ടു പോയതാണ്. എനിക്കൊരു മോളുണ്ട്, അവളിപ്പം +2 കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ എന്നെ റെഫർ ചെയ്ത കൂട്ടത്തിൽ അമ്മയ്ക്ക് ഏകദേശം 86 വയസ്സോളം ഉണ്ട്. പുള്ളിക്കാരി ഏജ്ഡാണ്. ഞാൻ ഈ സഹോദരിമാരുമായിട്ടൊന്നും അങ്ങനെ ഒരു കണക്ഷൻ ഇല്ല. ഞാൻ അവരുടെ മക്കളും അവരൊന്നും ആയിട്ട് ഒന്നാമതെ ഞാനൊരു ആൽക്കഹോളിക്കാണ്. ഞാൻ ആരെയും വകവെക്കത്തില്ല. എൻ്റെ പപ്പ ഒരു പോലീസ് ഓഫീസറായിരുന്നു. പക്ഷേ പുള്ളിയുടെ പേരിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അത് കാരണം ഇവർക്കൊന്നും എല്ലാവർക്കും എന്നെ ഭയങ്കര ഒരു ഭയത്തോടു കൂടി അവർ നോക്കുന്നത് തന്നെ. അപ്പോൾ ഞാൻ എല്ലാവരോടും എനിക്ക് പെട്ടെന്ന് ഓവർ ടെമ്പേർഡാണ്, എനിക്ക് BP ഹൈ ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു ജീവിതത്തിലാണ് അച്ഛൻ പറയുന്നത്. അതൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ ഒരു 9 മാസം കൊണ്ടാണ് ഇതിലോട്ട് മാറിയത്. അതിന് മെയിൻ കാരണക്കാരിയായിട്ടെങ്കിൽ എൻ്റെ സഹോദരിയാണ്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് അതിഭയങ്കരമായ വേദന, കാലിൻ്റെ അവസ്ഥ അന്നത്തെ ഇത് ഓൾറെഡി ഇത് മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു. ആ ഉള്ളിലെ ദശയും മൊത്തം എടുത്ത് കളഞ്ഞായിരുന്നു. പക്ഷേ എനിക്ക് കാല് കുത്താനായിട്ട് സാധിക്കാതെ ഇതൊരു 4 മാസത്തിന് ശേഷമുള്ള അവസ്ഥയാണ് എൻ്റെ ഈ കാലിൻ്റെ അവസ്ഥ. അന്നേരം ആ സമയത്താണ് എൻ്റെ സഹോദരി അവിടെ വരുന്നത്. അവളെന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്ത് ഇത് ഒരിക്കലും ഒരു മുറിവ് അങ്ങോട്ട് ഇതാകുന്നില്ല. എനിക്ക് ഇത് ഷുഗർ കയറിയിട്ട് എനിക്ക് ക്രിയാറ്റിൻ കുറയുന്നില്ല. അപ്പോൾ അതിഭയങ്കര വേദന. അവരൊരു പാരസെറ്റമോളല്ല വേറെ പെയിൻ കില്ലേഴ്സ് ഒന്നും തരുന്നില്ല. അപ്പോൾ എൻ്റെ സഹോദരി വന്നിട്ട് പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, ഉപ്പുണ്ട് കൃപാസനത്തിലെ വിശുദ്ധ ഉപ്പും തൈലമുണ്ട്, ഇത് പുരട്ടി അത് നോക്കാതെ ഒരുപാട് അത് നീ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ അത് ട്രൈ ചെയ്യാം. അങ്ങനെ ഞാൻ ആ ഉപ്പും തൈലവും പുരട്ടി എൻ്റെ മുറിവിൽ
അത് ഇൻഫെക്ഷൻ ആയിക്കൊണ്ടിരിക്കുക. ഡോക്ടർ പറഞ്ഞു ഇനി ഒരാഴ്ച കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കളയണം എന്ന് പറഞ്ഞു. അതുപോലെ അത് മുകളിലോട്ട് കയറുന്നുണ്ട്, മുറിവ് ഉണങ്ങുന്നില്ല, എൻ്റെ ഷുഗർ ലോ ആകുന്നില്ല, ഹൈ ആയിട്ട് നിൽക്കുക. അത് പുരട്ടി അന്ന് എനിക്ക് ഇവിടെ ഒരു പത്രം കൊണ്ടുതന്നു കൃപാസനത്തിലെ. അത് ഞാൻ വായിച്ചു, ജസ്റ്റ് വായിച്ച് കിടന്നപ്പോൾ ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട് പേപ്പറിൽ. അതിന് ഞാൻ ഓർത്ത് ഈ 5 വർഷം മുമ്പാണല്ലോ ഞാൻ ഈ കൃപാസനത്തിന് വാതിക്കൽ വരെ വന്നിട്ട് ഞാൻ ഇവിടെ കയറാതെ പോയതാണല്ലോ. അപ്പോൾ അമ്മ ഇതുകൊണ്ടായിരിക്കും എന്നെ ഇവിടെ തന്നെ ഇവള് മുഖാന്തരം എന്നെ പിടിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അന്ന് രാത്രി നല്ലതായിട്ട് ഉറങ്ങി, എനിക്ക് വേദനയില്ലാതെ ഞാൻ കിടന്ന് ഉറങ്ങുവാണ്. അപ്പോൾ ഞാൻ അതിന് മുമ്പ് പറയുമ്പോൾ ഞാനൊരു ആൽക്കഹോളിക്കാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഓൾറെഡി കോട്ടയത്ത് വന്നിട്ട് പെസഹ വ്യാഴാഴ്ചയായിരുന്നു നടക്കും. ഒരു ക്രിസ്ത്യനായിട്ട് ജനിച്ച ഒരു ആളായിട്ട് വന്നിട്ട് പോലും ഞാൻ മദ്യം മേടിച്ചോണ്ടാണ് വീട്ടിലോട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും ട്രിപ്പുണ്ട് എനിക്ക് പോണ്ടിച്ചേരിക്ക്. അപ്പോൾ 3 ദിവസമല്ല ദുഃഖവെള്ളിയാഴ്ച ഞാൻ പള്ളിയിൽ പോകില്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കല്യാണത്തിന് അന്ന് ഞാൻ കുമ്പസാരിച്ച ഒരു വ്യക്തിയാണ് 18 വർഷം മുമ്പ്. പക്ഷേ അതിനുശേഷം കുമ്പസാരമില്ല, പള്ളിയിൽ പോക്കില്ല, ഒന്നുമില്ല. പക്ഷേ എനിക്ക് ഉള്ളിലുണ്ട്, ഞാൻ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യും, കാര്യങ്ങൾ നമ്മളെക്കൊണ്ട് കഴിയുന്ന പോലെ ഹെൽപ്പ് ചെയ്യാറുണ്ട് മറ്റുള്ളവർ. ഞാൻ ബൈബിളിൽ പറയുന്നത് വിലാപഭവനത്തിൽ പോകുന്നതിനേക്കാളും വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാളും നിങ്ങൾ വിലാപഭവനത്തിൽ പോകണം. ഞാൻ എല്ലാ മരണ വീട്ടിലും പോകും, നമുക്ക് പരിചയം ഇല്ലാത്തവരും ഉള്ളവരുടെ എല്ലായിടത്തും പോകും. അവരെക്കൊണ്ട് എനിക്ക് കഴിയാവുന്ന പോലെ ഞാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി നല്ലതായിട്ട് ഉറങ്ങി. പിന്നെ അത് ഒരു ദിവസം 2 ദിവസം 3 ദിവസം കഴിയുമ്പോഴത്തേന് ഇത് ഹീലിംഗ് ആയി തുടങ്ങി. അത് കഴിയുമ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ക്രിയാറ്റിൻ ഓൾറെഡി എൻ്റെ കുറഞ്ഞു വരുന്നു, ഇൻസുലിൻ എൻ്റെ എടുപ്പ് നിർത്തി, പിന്നെ നോർമൽ ആകാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് അതിൻ്റെ അകത്തൊരു വിശ്വാസമായി. എനിക്ക് പണ്ടേ മാതാവിനോട് വിശ്വാസമുള്ള ഒരാളാണ്. ഈശോയെ അതിലും കൂടുതൽ എനിക്കിഷ്ടമാണ് ഉള്ളിൻ്റെ ഉള്ളിൽ. പക്ഷേ ഞാൻ പുറമേ അത് കാണിക്കാറില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ക്രിസ്മസിൻ്റെ അന്ന് നൈറ്റ് ഉണ്ടായ ഒരു വ്യക്തിയാണ്. 24 ഡിസംബർ ഉണ്ടായ ക്രിസ്മസ്. എൻ്റെ പാട്ടുകാർ വന്ന് ക്രിസ്മസ് കരോൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചെന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ഇതുണ്ട്. എപ്പോഴും ഞാൻ ദൈവത്തോട് അതുപോലെ എനിക്ക് സ്നേഹം, ഉണ്ണിയേശോയോടും മാതാവിനോടും എനിക്ക് അതുപോലെ സ്നേഹമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഈ യൂട്യൂബിലെ സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് അതിനു മുമ്പ് ഞാൻ ഇൻസ്റ്റഗ്രാമ്, പിന്നെ ഇങ്ങനെയുള്ള ഫേസ്ബുക്ക്, വാട്സപ്പ് എല്ലാം നമ്മളത് സോഷ്യൽ മീഡിയ ഞാൻ കൂടുതൽ യൂസ് ചെയ്യും. പക്ഷേ അതിന് ശേഷം ഞാൻ ക്രമേണ അത് കുറയ്ക്കാൻ തുടങ്ങി, കംപ്ലീറ്റ് കുറച്ച്. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും വിട്ടിട്ട് കൃപാസനം. ഇപ്പോൾ എൻ്റെ ഇതിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ ഓൾമോസ്റ്റ് എല്ലാം കണ്ടിട്ടുണ്ട്. ഇതുവരേക്കുള്ള അച്ഛൻ്റെ ടോക്കുകൾ എല്ലാ ദിവസവും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല 39 വർഷമായിട്ട് അച്ഛൻ പറയുന്ന ഏറ്റവും വലിയൊരു എനിക്കത് എന്നെ ടച്ച് ചെയ്തൊരു ഇതാണ്. അച്ഛൻ്റെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ 39 വർഷം ഓൾറെഡി കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞ് ഈ നമ്മുടെ അച്ഛൻ്റെ ഈ പ്രേക്ഷിത വേലയ്ക്ക്. പക്ഷേ ഈ 39 വർഷമായിട്ട് ഞാൻ നേരെ ഓപ്പോസിറ്റായിരുന്നു. ഞാൻ യേശുവിനെ തിരയാതെ ഞാൻ നടന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അതെന്നെ മാറ്റി നേരെ ഓപ്പോസിറ്റ് ഇവിടെ കൊണ്ടുവന്നതിൽ എൻ്റെ സഹോദരിക്ക്, അവളാണ് എന്നെ അതിനൊരു കാരണക്കാരൻ. പക്ഷേ അതിലും മെയിനായിട്ട് ഞാൻ എൻ്റെ അമ്മയാണ്. എൻ്റെ സഞ്ചാരി അമ്മ എന്നെ ഇവിടെ കൊണ്ടുവന്നു. അതുപോലെ ഈശോപ്പ ഒരുപാട് അനുഗ്രഹം എനിക്ക് തരുന്നുണ്ട്. ഞാൻ 20-ാം തീയതിയാണ് എനിക്ക് ഓപ്പറേഷൻ ഡേറ്റ്. അതെല്ലാം എനിക്ക് കണക്ക് കൂട്ടുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ അകത്തൊരു വലിയൊരു ഇത് കാണുന്നുണ്ട്. എന്നെ ഓപ്പറേഷൻ നടന്ന 20-ാം തീയതിയാണ്. അന്ന് ഞാൻ ഇത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പറഞ്ഞു, എന്ന് എൻ്റെ കാല് കൊത്തി ഫസ്റ്റ് ഞാൻ 6 മാസത്തോളം ഞാൻ ബെഡ് റെസ്റ്റ് ആയിരുന്നു. എൻ്റെ കാല് പൊക്കി വെച്ച് നീര് കുറയുന്നില്ല, പക്ഷേ ഹീലിംഗ് ആകുന്നുണ്ട്. ഞാൻ പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് യൂട്യൂബിൽ സാക്ഷ്യം കേൾക്കുന്നുണ്ട്, കൃപാസനത്തിലെ പ്രാർത്ഥന എല്ലാം കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു എന്ന് എൻ്റെ കാല് കുത്തി ഞാൻ നടക്കുന്ന അന്ന് ആദ്യം ഞാൻ കൃപാസനത്തിൽ വരും, ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു ഫസ്റ്റ്. അപ്പോൾ തന്നെ ഞാൻ മേടിച്ച് വെച്ച ആ കുപ്പിയെല്ലാം ഞാനത് എടുത്ത് ഡിസ്പോസ് ചെയ്തു. എൻ്റെ സിഗരറ്റ് പാക്കറ്റ് എല്ലാം അന്ന് തന്നെ കളഞ്ഞു. ഇപ്പോൾ 9 മാസമായിട്ട് ഞാൻ അതുപോലെ ഒരു വിശ്വാസത്തിലാണ്. ഇവർക്കെല്ലാം എൻ്റെ സഹോദരിമാരെല്ലാം അവരുടെ മക്കളും എല്ലാം എന്നെ കാണാനും അതുപോലെ ഇപ്പോഴും അവർ അങ്കിളെന്ന് വിളിച്ച് എൻ്റെ അടുത്ത് വരുന്നുണ്ട്. എല്ലാവരും വളരെ എന്നോട് അത്രയ്ക്കും നമ്മുടെ നാട്ടുകാർക്ക് പോലും എന്നോട് ഇതാണ്. ഞാൻ എങ്ങനെ ഇങ്ങനെ ആയിപ്പോകുന്ന പോലും അവർക്കറിയത്തില്ല. ഞാൻ അതുപോലൊരു വ്യക്തിയായിരുന്നു. ഞാൻ മാറ്റം വന്നെന്ന് ഒരുപാട് എന്നെ മാറ്റി. പിന്നെ എനിക്കുണ്ടായ വേറെ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിരിക്കുന്നത് 20-ാം തീയതിയാണ് ഇവിടെ വന്ന്. 10-ാം മാസം 20-ാം തീയതി ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഒക്ടോബറിലാണ് 20-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ. എൻ്റെ ഓപ്പറേഷൻ നടന്നതും 20-ാം തീയതി, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 20-ാം തീയതി. അപ്പോൾ അത് കറക്റ്റായിട്ട് എല്ലാ ഇതിലും ഞാൻ എൻ്റെ ഈശോപ്പയ്ക്കും മാതാവിനും ഒരുപാട് ഞാൻ അതുപോലെ എനിക്ക് ആവുന്നത്രയും ഞാൻ ആൾക്കാരെ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ. പക്ഷേ ഞാൻ അന്ന് നല്ലൊരു വ്യക്തിയായിരുന്നു. പക്ഷേ എന്നെ മദ്യപാനവും ഇതുകൊണ്ടായിരിക്കണം ഞാൻ ഇങ്ങനെ വേർതിരിഞ്ഞ് പോയെന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അൾത്താരപാലനായിട്ട് ഞാൻ ശുശ്രൂഷയ്ക്ക് കയറിയുന്ന ഒരു വ്യക്തിയാണ് 14 വയസ്സ് വരെ. 14 വയസ്സിന് ശേഷമാണ് ഞാൻ ഇതുപോലെ ആയിപ്പോയത്. എന്നെ ഒരുപാട് ഇതുപോലെ എന്നെ ഇങ്ങനെ പിടിച്ചു കൊണ്ട് നിർത്തിയിരിക്കുന്ന എൻ്റെ അമ്മ മാതാവാണ്. കൃപാസനത്തെക്കുറിച്ച് എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ
പ്രത്യേകിച്ച് നമ്മൾ പലരോടും പേപ്പർ കൊടുക്കുമ്പോൾ ഞാനങ്ങനെ പേപ്പർ കൊടുക്കാറില്ല. ഞാൻ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ എനിക്കറിയാത്തൊരു കേസിന് എൻ്റെ പപ്പ ഇരുന്ന സ്റ്റേഷനിൽ ഞാൻ കിടന്നിട്ടുണ്ട്, ജയിലിൽ എന്ന് പറഞ്ഞാൽ പുള്ളി അത് പോസ്റ്റ് ഇരുന്ന സ്റ്റേഷനിൽ, ചാർജായിട്ട് ഇരുന്ന സ്റ്റേഷനിൽ ഞാൻ അറിയാത്തൊരു കുറ്റത്തിന് എന്ന് പറഞ്ഞാൽ മദ്യപാനം മുഖാന്തരം ഇതായിട്ട് ഞാൻ പെട്ടുപോയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, മദ്യം നമ്മളെ കൊണ്ട് പെടുത്തു. എല്ലാ കാര്യത്തിലും നമ്മൾ ചെറിയ അയ്യാത്ത തെറ്റ് പോലും നമ്മൾ പെട്ടുപോകും. അങ്ങനെ പോയി കിടന്നിട്ട് ഞാൻ ജയിലിൽ പോയിട്ടുണ്ട് 14 ദിവസം, റിമാൻഡിൽ കിടന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പപ്പ ഒരു പോലീസ് ഓഫീസറായിട്ട് ഇവർക്കെല്ലാം അത് നാണക്കേടായിരുന്നു, എൻ്റെ സഹോദരിമാർക്കല്ല. എനിക്ക് സെലക്ഷൻ കിട്ടിയ ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞത്, പോലീസിൽ 20ാമത്തെ വയസ്സിൽ എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ട് പപ്പ ഇരുന്ന സമയത്ത് എനിക്കത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ട് പോയ ആളാണ്. അപ്പോൾ ആ കിടന്ന് ഞാൻ നേരെ ജയിലിൽ വരെ വന്ന് കിടന്ന്, അതുപോലെ ഒരുപാട് എന്നെ വിട്ട് കളഞ്ഞിട്ട് അവിടുന്ന് എന്നെ പിടിച്ചുകൊണ്ട് മുടിയനായ പുത്രനെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുക പിതാവ്. എന്നെ ഇവിടെ നിർത്തിയതിന് ഒരുപാട് ഞാൻ നന്ദി പറയുന്നു, 1000 നന്ദി പറയുന്നു. എനിക്ക് ഈ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് തന്നെ എൻ്റെ ജീവിതം മുഴുവൻ നിലനിർത്തണമെന്ന് ഒരൊറ്റ ഇതേ ഉള്ളൂ. ഞാൻ 6 നിയോഗം ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 20ാം തീയതി ഉടമ്പടി എടുത്ത് എനിക്ക് 28ാം തീയതി നൈറ്റ്, അന്ന് ഒക്ടോബർ 28ാം തീയതി നൈറ്റ് ഞാൻ കിടക്കുമ്പോൾ എനിക്കൊരു വിളി കേൾക്കാം. രാത്രി 2 മണിയായപ്പോൾ മുറ്റത്ത് കൂടെ മാതാവ് നടക്കുകയാണ്. മാതാവ് കറക്റ്റായിട്ട് ഞാൻ കാണുന്നുണ്ട്. മാതാവ് നീല അങ്കി ധരിച്ചിട്ട് മുറ്റത്തോടെ ഞങ്ങളുടെ മുറ്റം വഴി ഇങ്ങനെ നടക്കുന്നുണ്ട് രാത്രി 2 മണിക്ക്. അപ്പോൾ ഞാൻ ഉറക്കത്തില്ല, പക്ഷേ ഞാൻ മാതാവിൽ നിന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ എടാ അനില്ല എന്നാണ് വിളിച്ചത്. അതാണ് ഞാൻ ഓർക്കുന്നത്, മാതാവ് അങ്ങനെയൊക്കെ വിളിക്കുമെന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. എടാ അനില്ല എന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ ഇതുപോലെ തെറ്റി നടന്നുകൊണ്ടായിരിക്കും എന്നെ പിടിച്ച് നിർത്തിക്കുന്നത്. അതുപോലെ തന്നെ 1 മാസം കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വന്നപ്പം ഇവിടെ ഓഫീസിൽ ചോദിച്ചു എനിക്ക് അച്ഛനെ ഒന്ന് കണ്ട് ബ്ലെസ്സിങ് എടുക്കാൻ പറ്റുമോ? അപ്പോൾ പറഞ്ഞില്ല, 3 മാസം കഴിയണമെന്ന് പറഞ്ഞു, നിങ്ങളത് ഉടമ്പടി പൂർത്തിയാക്കണം. പക്ഷേ ഞാൻ കറക്റ്റായിട്ട് അതെല്ലാം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ കഴിഞ്ഞ മാസമാണ് ഇവിടെ വന്നിട്ട് പോയത്. അതുപോലെ 7ാം തീയതി ഇവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇവിടെ ഞാൻ വന്നിട്ട് രാവിലെ 8 മണിക്ക് വന്ന ഞാൻ 1:30 ആയപ്പോഴാണ് ഇവിടെ കയറി അമ്മയുടെ അമ്മയുടെ ബ്ലെസ്സിങ് എനിക്ക് കിട്ടിയത്. എന്നിട്ട് പോലും എനിക്ക് ചൂട് സഹിക്കാനായിട്ടുള്ള എനിക്ക് എങ്ങനെയാണെന്നത്, അല്ലെങ്കിൽ ഞാൻ ഒരു 10 മിനിറ്റ് പോലും ഞാൻ വെയിലത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ എനിക്ക് അതെല്ലാം തന്ന് എന്നെ ഇവിടെ വരെ എത്തിച്ച് ഈ നിമിഷം വരെ എന്നെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് എൻ്റെ അമ്മ. എന്ത് പറഞ്ഞാലും എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങളാണ്. അതുപോലെ എൻ്റെ കാലിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതുപോലെ തന്നെ ഹീലിംഗ് ആയിട്ടുണ്ട്, മൊത്തമായിട്ട് ഫുള്ള് ഹീലിംഗ് ആയി, കംപ്ലീറ്റ് ഇതായി എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. അതെൻ്റെ അമ്മ മാതാവ് തന്ന ഒരുപാട് അനുഗ്രഹമാണ്. ഇനിയും ഞാൻ അതുപോലെ തന്നെ എൻ്റെ അമ്മ മാതാവിനും ഈ തിരുക്കുമാരനും ഒരുപാട് എന്നെക്കൊണ്ട് ആവുന്ന പോലെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, എൻ്റെ കാല് കാണിക്കാറുണ്ട്. ഒരുപാട് പേരെ ഞാൻ എൻ്റെ വഴിയായിട്ട് തന്നെ ഇവിടുത്തെ കൃപാസനത്തിൻ്റെ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളാക്കുവാൻ വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അവരെല്ലാം എൻ്റെ കൂടെ വരുന്നുണ്ട്, എൻ്റെ ഇത് കണ്ടിട്ട്, സാക്ഷ്യം കണ്ടിട്ട് തന്നെ. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. എൻ്റെ അമ്മ ഏജിലാണെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ മോൾ എൻ്റെ കൂടെയുള്ള അവൾ വൈഫിൻ്റെ വീട്ടിലാണ്, അവരാണ്. പിന്നെ അമ്മയാണ്, അമ്മയ്ക്ക് വയ്യ. പക്ഷേ അമ്മയ്ക്ക് ഇതുപോലെയാണ്. ഞങ്ങൾ ഓർത്തഡോക്സുകാരായതുകൊണ്ട് ഞങ്ങൾക്ക് ജപമാല ഒന്നുമില്ല. പക്ഷേ ഞാൻ ജപമാല ചൊല്ലാറുണ്ട്. എൻ്റെ പ്രാർത്ഥന കണ്ടിട്ട് അമ്മ ഇപ്പം വെളുപ്പാങ്കാലത്ത് തന്നെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി ഓർക്കുക ഇവനിനി അങ്ങനെ ഇതിൽ നിന്ന് എങ്ങനെ ഇങ്ങനെ ആയിപ്പോകുന്ന പോലും അമ്മയ്ക്ക് ഭയങ്കര അത്ഭുതം. അമ്മയ്ക്ക് നടുവിന് വേദന വന്നിട്ട് അമ്മയുടെ ബാക്ക് ബോൺ ഇതായിട്ട് വളഞ്ഞു പോയായിരുന്നു. ആ അവസരത്തിൽ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് എനിക്കറിയത്തില്ല, ഞാൻ ഉപ്പിട്ട് അല്ലെങ്കിൽ എന്ത് തൈലം പുരട്ടി പ്രാർത്ഥിച്ച് അത് ഭയങ്കരമായിട്ടൊരു വിടുതൽ കിട്ടും. പക്ഷേ അമ്മയ്ക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ MR എല്ലാ സ്കാനിങ്ങും കഴിഞ്ഞാണ്. പക്ഷേ അമ്മയ്ക്ക് ഇപ്പോൾ നല്ല രീതിയിൽ അമ്മ നടക്കാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അമ്മയെ ഇവിടെ കൊണ്ടുവന്നായിരുന്നു. അമ്മയ്ക്ക് സാക്ഷ്യം എടുത്തിട്ടില്ല, ഉടമ്പടി എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു എടുക്കണ്ട, ഏജിലായതുകൊണ്ട് പറ്റത്തില്ല. പക്ഷേ അമ്മയ്ക്ക് അതുപോലെ വിശ്വാസമാണ്. അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും. എനിക്ക് ഒരു 10 വർഷം മുമ്പ്, ഇപ്പോൾ എനിക്ക് 54 വയസ്സായെന്ന് ഞാൻ പറഞ്ഞു, ഒരു 44 വയസ്സായപ്പോൾ ഞാൻ മാൾട്ടയ്ക്ക് വേണ്ടി ട്രൈ ചെയ്തായിരുന്നു. അന്നേരം ഞാൻ ഇതായിരുന്നു, നമ്മുടെ കേറ്ററിംഗ് ഫീൽഡായിരുന്നു, ഹോട്ടൽ മാനേജ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് പോകാൻ വേണ്ടി ചാൻസ് വന്നപ്പോൾ അന്ന് എൻ്റെ റിജക്റ്റാണ്. എനിക്ക് ഏജ് ഇതായെന്ന് പറഞ്ഞാൽ 45. അവരങ്ങനെ പറഞ്ഞിട്ട് അത് 10 വർഷം മുമ്പാന്ന് ഓർത്തണം. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ഈ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു എൻ്റെ 20ാം തീയതി ആണ് എൻ്റെ ഉടമ്പടി, ഇത് 90 ദിവസം പൂർത്തിയായിരുന്നു. പക്ഷേ ഞാൻ ഇവരോട് പറഞ്ഞില്ല. എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഇതിലേക്ക് ട്രൈ ചെയ്തായിരുന്നു. പക്ഷേ അത് ഓൾമോസ്റ്റ് എനിക്ക് കിട്ടുമെന്നുള്ള 150% അത് എനിക്ക് കൺഫേമാണ്. എന്നിട്ട് പോലും ഞാൻ സാക്ഷ്യം പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 54 വയസ്സുള്ള എന്നെ 10 വർഷം മുമ്പ് റിജക്റ്റ് ചെയ്ത ഒരു വിസ എനിക്കത് കിട്ടുമെന്ന് പറഞ്ഞാൽ അത് അമ്മയുടെ ഒരേ ഒരു ഇത് തന്നെയാണ്. അതിൽ ഞാൻ 150% ഞാൻ വിശ്വസിക്കുന്നു.
പിന്നെ ഇത് എൻ്റെ സാക്ഷ്യം നിങ്ങൾക്കറിയാൻ പറ്റും. ഞാൻ അങ്ങനെ ഇപ്പോൾ ഏകദേശം എന്നെക്കുറിച്ചൊരു ഐഡിയ മതി. ഞാൻ പറയുകയാണ്, ആരും ഇതിൽ നിന്ന് ഉടമ്പടി എടുക്കാതെ അല്ലെങ്കിൽ നമ്മുടെ ഈ ലൗകികമായിട്ടുള്ള ഇതിൽ പോയിട്ട് കാര്യമില്ല. പക്ഷേ മദ്യപാനവും ഇതൊക്കെ എല്ലാവർക്കും വിട്ടൊഴിയാൻ പറ്റും. ചില നമ്മളെ യൂത്ത് ഒക്കെ ആൾക്കാർ കാണും, അവർക്കൊന്നും പറയുമോ ഞാൻ ഇതെടുക്കുന്നില്ല. പക്ഷേ അത് എടുത്തു കഴിയുമ്പോഴാണ് നമ്മൾ കൂടുതൽ അറിയുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, 18 വർഷമായിട്ട് ഞാൻ കുമ്പസാരിക്കത്തില്ല. ഞാനിപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ പോയിട്ട് കുമ്പസാരം എടുത്ത് വിശുദ്ധ കുർബാന കൈക്കൊണ്ട് അങ്ങനെ ഒരു ആത്മീയ ജീവിതം. പിന്നെ ബൈബിള് ഞാൻ അരമണിക്കൂർ എന്നുള്ളത് ഞാൻ വായിക്കാനിരുന്ന് കഴിഞ്ഞാൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഞാൻ കണ്ടിന്യൂ. ഉൽപ്പത്തിയൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ മുമ്പ് ഞാൻ വായിക്കുമ്പോൾ ഇത് എന്താ നമ്മൾ ക്രിസ്ത്യൻ ആയതെന്ന് പറഞ്ഞിട്ട് പോലും എനിക്കത് പറയാൻ പറ്റത്തില്ല. നമുക്കത് ജസ്റ്റ് ഒരു ചാപ്റ്റർ വായിച്ച് ഞാനങ്ങ് ക്ലോസ്. പക്ഷേ ഇപ്പോൾ അത് കണ്ടിന്യൂ വായിച്ച് ഞാൻ ആ ദിവസം കംപ്ലീറ്റ് വായിക്കുന്നുണ്ട്. അതുപോലെ വെളുപ്പിനെ 3 മണിക്കൊക്കെ, ഞാൻ സാധാരണ 3 മണിക്കായിരുന്നു ഉറങ്ങാറുണ്ടായിരുന്നു നേരത്തെ. ഇപ്പം ഞാൻ 3 മണിയാകുമ്പോഴത്തേന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങും. അതുപോലെ ആത്മീയമായിട്ട് എന്നെ ഒരുപാട് യേശോപ്പ എന്നെ ഉയർത്തി, അമ്മമാതാ അതിനെ ഒരുപാട് എന്നെ ചേർത്ത് പിടിച്ചിരിക്കുക. ഈ അമ്മയുടെയും ഈ ഈശോപ്പയുടെയും ആ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് എന്നെ നിലനിർത്തണം. ഞാൻ എന്നും ഈ നിമിഷം, ഈ ആൾക്കാരെ നിൽക്കുന്ന ഈ നിമിഷം തന്നെ ഞാൻ നിയോഗങ്ങളിലല്ല, ഞാൻ എന്നെ വിശുദ്ധീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കിയിട്ട് എൻ്റെ ജീവിതം എന്നും അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. മരിക്കുന്നവരെ അമ്മയുടെ സാക്ഷിയായിട്ട് എന്നെ നിലനിർത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കോടതികളിൽ ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ അകത്ത് പോയതുകൊണ്ട് ഞാൻ പറയുകയാണ്, കോടതി വഴിയാണ് ഞാൻ പോകുന്നത്. അവിടെ റിമാൻഡ് വരുന്ന ആൾക്കാർ, റിമാൻഡ് മീൻസ് കോർട്ടിലോട്ട് കൊണ്ടുവന്ന പ്രതികളുണ്ട്. ഞാൻ പോലീസുകാരുടെ കൊടുക്കും, പേപ്പർ കൊടുത്തിട്ട് ഞാൻ പറയും ഇത് കൃപാസനത്തിലാണ്, ഞാൻ കിടന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് നല്ല ഇതാണ്, നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളിത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വിടുവിക്കും അമ്മ. ഏത് കുറ്റത്തിന്, നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ അകത്ത് പോയ വ്യക്തിയാണ്. അതുപോലെ കോടതികളിൽ, പിന്നെ ഹോസ്പിറ്റലിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ പേപ്പറുകൾ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകുന്ന പത്രങ്ങൾ ഞാൻ വിതരണം ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ അനുഭവം സാക്ഷ്യം പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കാറുള്ളത്. എന്നെ ഇതുപോലെ ഇതാക്കി തീർത്ത എൻ്റെ അമ്മാവനും തിരുക്കുമാരനും 1000 കോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു.